നിന്ന് തന്റെ രാജ്യത്തെ പരിരക്ഷിക്കാൻ ഉത്തരവിട്ടു. ഭീമനും മറ്റു വഴിയില്ലാതെ അതിന് സമ്മതിക്കേണ്ടി വന്നു. അവൻ തന്റെ ഷർട്ടൂരി ഭയത്തോടെ വെള്ളത്തിലിറങ്ങി. പക്ഷേ പോരാടുന്നതിനു പകരം അവൻ ശത്രുക്കളോട് പൊരുതുന്നതായി തോന്നിപ്പിക്കാൻ വെള്ളം തെറിപ്പിക്കുകയാണ്. അപ്പോഴേക്കും ശത്രുക്കൾ അവനെ ലക്ഷ്യമാക്കി പീരങ്കികൾ കൊണ്ട് വെടിവെച്ചു. എന്നാൽ അത്ഭുതകരമായി ആ ഉണ്ടകളെല്ലാം അവന്റെ വയറിൽ പറ്റി നിന്നു. അവന് ഒരു അപകടവും ഉണ്ടാക്കിയില്ല. ശേഷം അവൻ തന്റെ വയറ് മുന്നിലേക്ക് തള്ളി എല്ലാ ഉണ്ടകളും ശത്രുക്കളുടെ നേരെ തിരിച്ചയച്ചു. അവയെല്ലാം കപ്പലുകളിൽ തട്ടി പൊട്ടിത്തെറിച്ചു. ഭീമൻ ശേഷിച്ച കപ്പലുകളിലെ കയറുകൾ പിടിച്ചു വലിച്ച് അവരെയും കടലിൽ മുക്കിക്കൊന്നു. അങ്ങനെ തന്റെ രാജ്യം രക്ഷിച്ചതിന് രാജാവ് അവന് ഒരു ഫുട്ബോൾ ടേബിൾ സമ്മാനിച്ചു. അതിൽ യഥാർത്ഥ മനുഷ്യരാണ് കളിക്കാരായിട്ടുള്ളത്. രാജാവിന്റെ സൈന്യം അവന് പുറം തടവിക്കൊടുത്തു. തോട്ടക്കാർ കത്രികകൾ കൊണ്ട് അവന്റെ മുടി വെട്ടി. എന്നാൽ സൈന്യാധിപന് ഇതിഷ്ടമായില്ല. അവൻ ഭീമനെ യുദ്ധത്തിന് വെല്ലുവിളിക്കാൻ ഒരു റോബോട്ട് നിർമ്മിച്ചു. ഭീമൻ റോബോട്ടിനോട് പൊരുതാൻ ശ്രമിച്ചു. പക്ഷേ അവന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. സൈന്യാധിപൻ എളുപ്പത്തിൽ അവനെ പരാജയപ്പെടുത്തി. അതിനെ തുടർന്ന് അവനെ ഭീമന്മാരുടെ നാട്ടിലേക്ക് നാടുകടത്തി. അവിടെ ഒരു ചെറിയ പെൺകുട്ടി അവനെ തന്റെ പാവയാക്കി എന്നെന്നും പാലുകുടിപ്പിച്ചു.